അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ ഓണ സെലിബ്രേഷൻ ഇങ്ങ് വന്നു. സൗദി വന്നു കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ ഫെസ്റ്റിവലും നമ്മുടെ ഓണ സെലിബ്രേഷൻ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഓണത്തിലെ മെയിൻ ഐറ്റം പിന്നെ അത്തപ്പൂക്കളാണല്ലോ. നാട്ടിലൊക്കെ ആണെങ്കിൽ രാവിലെ തന്നെ പൂ പറിക്കാനൊക്കെ ഓരോ സ്ഥലത്തേക്ക് ഇറങ്ങും. ഇവിടെ പിന്നെ അതിൻ്റെ ആവശ്യമില്ല, കാരണം പുറത്തേക്ക് ഇറങ്ങി പൂവൊന്നും കിട്ടത്തില്ല. പിന്നെ പൂ പറിക്കാൻ പോകാൻ മാത്രമുള്ള ആൾക്കാരും ഇല്ല. മിക്കവരും തന്നെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടും ഡ്യൂട്ടിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആയിരിക്കും ഓണ സെലിബ്രേഷൻ്റെ ഇടയ്ക്കൊക്കെ ആഘോഷിക്കാൻ വരുന്നത് കേട്ടോ. അതിനിടയ്ക്ക് പൂ പറിക്കാൻ പോകാനൊന്നും പറ്റിയിട്ടില്ല. പൂവില്ലെങ്കിൽ എന്താ, നമ്മുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ. ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമ്മൾ ഒരു അടിപൊളി അത്തപ്പൂക്കളം തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൾട്ടി കളേഴ്സൊക്കെ ആഡ് ചെയ്തിട്ട്. അത്തപ്പൂക്കളം മാത്രമല്ല, നമുക്ക് അടിച്ച് പൊളിക്കാൻ കുറേ പാട്ടും ഡാൻസും കുറേ ഗെയിംസും എല്ലാം സെറ്റപ്പ് ഉണ്ട്. 11 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സെറ്റ് സാരിയൊക്കെ എടുത്ത് സ്റ്റൈലായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും അടിപൊളിയായിരുന്നു. എൻ്റെ സാരി ഒരു റോസ് ഗോൾഡ് കളർ സാരിയാണ്. നാട്ടിൽ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് എടുപ്പിച്ച സാരിയാണ്. അവിടെ എനിക്ക് വേണ്ടി ഡ്രസ്സ് എടുത്ത് അങ്ങനെ പാളി പോകാറില്ല. ഇതും സക്സസ് ആയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം, നമ്മുടെ സദ്യ. 22 കൂട്ടം കറിയും 2 കൂട്ടം പായസവും പപ്പടവും പഴവും ഉപ്പേരിയും ഒക്കെയുള്ളൊരു ഗംഭീര സദ്യ. ഞങ്ങൾ ഹോസ്റ്റലിൽ ഉണ്ടാക്കിയ സദ്യയല്ല, ഇത് ഞങ്ങൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്ത സദ്യയാണ്. നമ്മുടെ ജിദ്ദയിൽ തന്നെ മലയാളി ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്ത ഫുഡായിരുന്നു. ചോറ് ഒരു സെപ്പറേറ്റ് പാത്രത്തിലും കറികൾ ചെറിയ ഓരോരോ പാത്രത്തിലും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഈ സംഭവങ്ങളൊക്കെ തുറന്ന് പാത്രത്തിലേക്ക് നമ്മുടെ വാഴയിലേക്ക് വെക്കുന്ന ഒരു പാട് മാത്രമേ ഉള്ളായിരുന്നു. എന്തായാലും സദ്യയൊക്കെ അടിപൊളിയായി. അപ്പോൾ സൗദി വന്നിട്ടുള്ള ആദ്യത്തെ ഓണത്തിനും സെലിബ്രേഷനും അടിച്ചു പൊളിക്കലിനും എല്ലാത്തിനും ഇവിടെ കർട്ടൻ ഇടുവാണ്. അപ്പോൾ എന്തായാലും ഇതൊരു അടിപൊളി ഓണമായിരുന്നു. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു ഓണാശംസകൾ. ബൈ ഗൈസ്.